11 നാളുകൾ നീണ്ട ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ റെക്കോർഡ് സന്ദർശകർ എത്തിയതിന്റെ സംതൃപ്തിയിലാണ് അധികൃതർ. എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ചുകൊണ്ടായിരുന്നു സന്ദർശക പ്രവാഹമെന്നും സംഘാടകർ വ്യക്തമാക്കി. 1982 ആരംഭിച്ച പുസ്തകമേളയിൽ മുമ്പ് ഒരിക്കൽ പോലും ഇത്രമാത്രം പുസ്തകങ്ങളും വിറ്റുപോയ ചരിത്രമില്ല. പോയ വർഷം 13 ലക്ഷം സന്ദർശകരും 135 ദശലക്ഷം ദിർഹമിന്റെ വിൽപ്പനയുമായിരുന്നു രേഖപ്പെടുത്തിയത്. 1681 പ്രസാധകരുടെ വൻ നിര തന്നെയായിരുന്നു ഇത്തവണത്തെ മറ്റൊരു പ്രത്യേകത. പുസ്തക പ്രകാശനങ്ങൾക്ക് പുറമെ സംവാദങ്ങളും വേറിട്ട പ്രദർശനങ്ങളും സംഗീതവുമൊക്കെ ചേർന്ന് മേളയ്ക്ക് വ്യത്യസ്തതയും പകർന്നു. നാട്ടിൽ നിന്നെത്തിയ മലയാള സാഹിത്യ പ്രതിഭകളെപ്പോലും അത്ഭുതപ്പെടുത്തുമാറുള്ളതായിരുന്നു മേളയ്ക്ക് ലഭിച്ച ഈ പൊതുപ്രതികരണം. റാക്കിലുള്ള ഒരു സുഹൃത്ത് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് വേണ്ട, അപ്പം ഞാൻ എഴുത്തുകാരി എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം എനിക്കൊരു വിശുദ്ധ ഖുർആൻ എനിക്ക് അദ്ദേഹം തന്നു. അറബിയിലാണ് അതുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞു, സാർ ഞാനിത് എന്ന് സൂക്ഷിക്കും. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് അഡ്രസ്സ് തന്നു. അദ്ദേഹം എൻ്റെ അഡ്രസ്സും വാങ്ങി, മെയിൽ ID വാങ്ങി. എന്നിട്ട് പറഞ്ഞ്, നിങ്ങൾ എഴുത്തുകാരന്, ഞാൻ എഴുത്തുകാരന്, നിങ്ങൾ എഴുത്തുകാരിയാണ്, ആ ബന്ധം എന്നും ഉണ്ടാവണം എന്ന് പറഞ്ഞ് ഈ പുസ്തകം നിങ്ങളെ അത് ഓർമ്മപ്പെടുത്തട്ടെ, അള്ളാഹു നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞയച്ചു. വിദ്യാർത്ഥികളുടെ വർദ്ധിച്ച പങ്കാളിത്തവും ഷാർജ മേളയെ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പര്യാപ്തമായി. ഇനി 36ാം മേളയ്ക്കുള്ള മുന്നൊരുക്കങ്ങളും ഇപ്പോൾ തന്നെ സംഘാടകർ ആരംഭിച്ചിരിക്കുകയാണ്. മീഡിയ 1 ഷാർജ.